അതെ, നമ്മളിന്ന് മാളികപ്പുറം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് വന്നിരിക്കുകയാണ് കേട്ടോ. കോട്ടയം, അതായത് വള്ളിക്കോട്, പത്തനംതിട്ടയാണ് കേട്ടോ. അതായത് നാത്തൂൻ്റെ വീട്ടിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അവിടെയുള്ള ഉത്സവമാണ് കേട്ടോ. ഇപ്പോൾ അവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ട് കേട്ടോ. ഇതൊരു പേർഷ്യൻ ക്യാറ്റാണ്. അതിനെ കാണിച്ചു തരികയാണ് അവിടുത്തെ കുഞ്ഞാപ്പിച്ചേട്ടൻ. കണ്ടോ, രണ്ട് മക്കളും രാവിലെ തന്നെ റെഡിയായി സുന്ദരി കുട്ടികളായി ഇരിക്കുകയാണ്. ഉത്സവമൊക്കെ അല്ലേ, രാവിലെ തന്നെ പുത്തനുടുപ്പൊക്കെ ഇട്ട് അവിടെ എല്ലാം ഒന്ന് കറങ്ങി നടക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് കണ്ടോ, സദ്യ എല്ലാം തയ്യാറായിരുന്നു. നല്ല സദ്യയായിരുന്നു കേട്ടോ. നേരത്തെ തന്നെ ഇലയൊക്കെ എടുത്ത് എൻ്റെ ഇളയ മകൾ റെഡിയായിരിക്കുകയാണ്. കാരണം ദൈവത്തിന് ആദ്യം നീതിച്ച ശേഷം പിന്നെ കിട്ടുന്നത് നമുക്കായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ കുഞ്ഞിലയൊക്കെ ആദ്യം എടുത്ത് വെച്ചിരിക്കുകയാണ്. പരിപ്പ്, സാമ്പാർ, മോര്, അവിയൽ, ചിക്കൻ വറുത്തത്, ചിക്കൻ കറി, ചീനി, മീൻ കറി, പായസം എല്ലാം ഉള്ള ഒരു സദ്യയായിരിക്കും ഇവിടെ ഒരുക്കുന്നത്. മക്കൾക്ക് 2 പേർക്കും ഞങ്ങളോടൊപ്പം തന്നെ ഇലയിട്ട് അതിൽ നിന്നും പരിപ്പൊഴിച്ച് ഞാനും ചേട്ടനും ഇളക്കി ഒരു ചെറിയ ഉരുള വീതം ഇങ്ങനെ വായിൽ വെച്ച് കൊടുത്തു. അവരധികമൊന്നും കഴിച്ചില്ലെങ്കിലും പരിപ്പ് വളരെ ഇഷ്ടമായതുകൊണ്ട് കുറച്ച് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഇമ്മിണിയെ കഴിക്കൂ. എന്നാലും വൈകുന്നേരം 3 മണിയൊക്കെ ആയപ്പോഴേക്കും അമ്പലത്തിലെ ഘോഷയാത്ര വീടിൻ്റെ അതുവഴി തന്നെ പോയിക്കൊണ്ടിരുന്നു. അതൊക്കെ കുറച്ച് നേരം വന്നിന്ന് എല്ലാവരും കണ്ടു. അതിനുശേഷം ഒരു 6:30 ആയപ്പോൾ നമ്മളെല്ലാം റെഡിയായി, മക്കളെല്ലാം റെഡിയാക്കി ഒരുക്കി അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. 2 കുഞ്ഞുമക്കൾക്കും ആദ്യമായിട്ടാണ് മുല്ലപ്പൂ ചൂടിക്കുന്നത് കേട്ടോ. 2 പേരെയും ഇതുപോലെ അണിയിച്ചൊരുക്കുക എന്നുള്ളത് എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. പൂവെല്ലാം കെട്ടി ശരിയാക്കി തന്ന ചേട്ടനാണ് കേട്ടോ. 2 പേരെയും സുന്ദരി കുട്ടികളാക്കി വെച്ചിട്ടുണ്ട്. കാലിൽ പുതിയ പാസരമെല്ലാം ഇട്ട്, തലയിൽ പൂവെല്ലാം ചൂടി, പുതിയ പട്ടുപാവാടയെല്ലാം ഇട്ട്, പിരിയമെല്ലാം എഴുതി സുന്ദരി കുട്ടികളായിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോയത് മക്കളെയും കൊണ്ട്. കണ്ടോ, ഇതുപോലെ അണിയിച്ചൊരുക്കുന്നതാണ് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. കുഞ്ഞുങ്ങളെ ഓരോ അമ്മമാർക്കും ഓരോ രീതിയിൽ മക്കളെ ഒരുക്കി കാണാനായിരിക്കില്ല ഇഷ്ടം. എനിക്ക് എൻ്റെ മക്കളെ ഈ രീതിയിൽ കാണാനാണ് ഇഷ്ടം. എപ്പോഴും ഒരുക്കി സുന്ദരി കുട്ടികളാക്കി വെക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് പണ്ട് തൊട്ടേ പെൺകുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ 2 ഇരട്ട കുഞ്ഞുങ്ങളെ, അതും പെൺകുഞ്ഞുങ്ങളെ എനിക്ക് കിട്ടിയതിൽ ഞാൻ വളരെയധികം ഭാഗ്യവതിയാണെന്ന്. ഇനി നമുക്ക് ഉത്സവത്തിന് പോയി കണ്ട കുറച്ചധികം കാഴ്ചകളും മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കണ്ടുവരാം കേട്ടോ. അവിടെ ചെന്ന ശേഷം നമുക്ക് മുഴുവൻ ഫ്ലോട്ടുകളും നന്നായി കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അത് നല്ല രീതിയിൽ മഴ പെയ്തു. അതുകൊണ്ട് തന്നെ എല്ലാ ഫ്ലോട്ടുകളും നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിഞ്ഞെന്ന് പറയാൻ കഴിയില്ല കേട്ടോ.